ഒരുപാട് സന്തോഷം. ഇപ്പോൾ ഉള്ളത് തൃശ്ശൂരിലാണ്. ഓറക്സ് ബിൽഡേഴ്സിന്റെ ലിയാഡ് എന്നുള്ള ഒരു ഗംഭീര പ്രൊജക്ടിന്റെ മോക്കപ്പ് ഇനോഗ്രൽ സെറമണി ആയിരുന്നു, മോക്കപ്പ് ഫ്ലാറ്റിന്റെ. സോ ആദ്യം തന്നെ ദ ടീം ബിഹൈൻഡ്, ഡയറക്ടേഴ്സ് ബിഹൈൻഡ്, ഇവരോടൊരു വലിയ നന്ദി പറയുകയാണ്. അതിപ്പം അജിത് ജി, സുരേഷ് ജി, അതുപോലെ തന്നെ ബാലചന്ദ്രൻ ജി. കാരണം സ്വന്തം നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു ഇനോഗ്രേഷൻ ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഞാനൊരു പ്രിവിലേജ് ആക്കി എടുക്കുകയാണ് കേട്ടോ. അത് മാത്രമല്ല, ഒരു വീട് വെക്കുക, വണ്ടി വാങ്ങുക എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയും, കൊളോക്കിൽ നമ്മൾ പറയും, എല്ലാം അതിൻ്റെതായിട്ടുള്ള സമയത്തെ നടക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ സ്വന്തമായിട്ട് വളരെ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള രീതിയിൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും ലൈക്ക് വീട് മാറിയുള്ള ഒരു ചോയ്സാണ് ഫ്ലാറ്റ്സ്, അപ്പാർട്ട്മെന്റ്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ ലിയാഡ് അല്ലെങ്കിൽ ഓറക്സ് ബിൽഡേഴ്സ് ഒരു തരംഗം തന്നെ സൃഷ്ടിക്കുകയാണ്. കാരണം ഹാർട്ട് ഓഫ് ദ സിറ്റിയാണ് നമ്മുടെ തൃശ്ശൂരിൽ. എല്ലായിടത്തേക്കും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള മെയിൻ റൂട്ടിലാണ് ഓറക്സ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്, ലിയാഡ്. സോ ഇനിയും ഒരുപാട് പ്രൊജക്ട്സ് ഇവരുടേതായിട്ട് നേരത്തെ തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു സൂൺ. സോ വൺസ് അഗെയിൻ എന്നെ ക്ഷണിച്ചതിൽ, അതും സ്വന്തം നാട്ടിൽ ഓറക്സിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ആൻഡ് തൃശ്ശൂർക്കാർ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതല്ല മറ്റ് ജില്ലക്കാരാണെങ്കിലും തൃശ്ശൂരിൽ സ്വന്തമായിട്ട് ഇതുപോലൊരു ഫ്ലാറ്റ് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോഴും കൺഫ്യൂഷൻ മാറാത്തൊരു കാര്യമാണ്. ലൈക്ക് ഇത്രയും വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള, ഇത്രയും പ്രീമിയം ക്വാളിറ്റി വെച്ച് അത്രയും നല്ല ഗംഭീര കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് ഇത്രയും ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള രീതിയിൽ അവർക്ക് കൊടുക്കാൻ പറ്റണേ എന്നുള്ളത്. സോ ഇപ്പോഴും ഐ എം സ്റ്റിൽ കൺഫ്യൂസ്ഡ്. അപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുപാട് പേർക്ക് അവരുടെ സ്വപ്നത്തിൻ്റെ ഒരു ഭാഗമാവാൻ ഓറക്സിന് പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഗ്രേറ്റ് മൊമെന്റ് എന്ന്. അപ്പോൾ അതുപോലെ അങ്ങനെ ഒരു ഭവനം അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഓറക്സ് വിൽ ബി എ ഗുഡ് ചോയ്സ്. അത് ലിയാഡ്. ആൻഡ് താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു. നല്ല വിശേഷം, നന്നായിട്ട് പോണു, അടിപൊളിയായിട്ട് പോണു. നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. സോ കീപ് വാച്ചിങ്. ഇതുപോലെ തന്നെ അടുത്ത ചോദ്യം എന്താണെന്നുള്ളത് എനിക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള സർപ്രൈസസ് ഇനി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കായിട്ടുണ്ടായിരിക്കും. ഒരിക്കലും അല്ല, ചുമ്മാ ഓറക്സിന്റെ ഇനോഗ്രേഷൻ നമുക്കത് ഇതാവും. അപ്പോൾ എല്ലാ മീഡിയാസിൻ്റെ അടുത്തും പറയാനുള്ളത്, എല്ലാവരോടും ഒരു വലിയ നന്ദിയാണ്. കാരണം നമ്മൾ എവിടെ പോകുമ്പോഴും നിങ്ങൾ എല്ലാവരും വരണം. അതുമല്ല, ഇതിൽ മെജോറിറ്റി ആൾക്കാർ തൃശ്ശൂർ ജില്ലക്കാരല്ല. ക്യാമറ പിടിച്ചിട്ടുള്ള മെജോറിറ്റി അല്ലേ, എനിക്ക് തോന്നുന്നു ആരും ഇല്ലാന്ന് തോന്നുന്നു. തൃശ്ശൂരാണ്. ബാക്കി ഇതാ ഇവിടെ ഒരുപാട് പേര് മറ്റുള്ള ഒരുപാട് ജില്ലയിൽ നിന്നൊക്കെ നമ്മളൊക്കെ വരുന്നത് കണ്ടിട്ട് ഒരുപാട് മീഡിയാസ് വരുന്നുണ്ട്. എല്ലാവരോടും ഒരു വലിയ താങ്ക് യു പറയാണ്. കാരണം നിങ്ങളാണെങ്കിലും ലൈക്ക് തമ്പിടുമ്പോഴും ഒക്കെ ചിന്നു അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഇടാറുള്ളത്. താങ്ക് യു സോ മച്ച്. നമ്മൾ എവിടെ പോകുമ്പോഴും നിങ്ങളുടെ ഒരു സാന്നിധ്യം അതിലൂടെ ലൈക്ക് ആൾക്കാരിലേക്ക് എത്തിക്കുക. ഒരുപാട് സന്തോഷം കേട്ടോ ഈ ഇഷ്ടത്തിന്. ഇനിയും അങ്ങനെ തന്നെ ആവണം. കീപ് ലവിങ്, കീപ് സപ്പോർട്ടിങ്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും യൂട്യൂബ് ചാനൽസിൽ എന്താ പറയുക, ഒരുപാട് 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 റീച്ചും ഒരുപാട് ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവട്ടെ. താങ്ക് യു സോ മച്ച്. അതൊരിക്കലും ഡിപ്ലോമാറ്റിക് അല്ല, ജെനുവിനിറ്റി എന്ന് പറയാം. കാരണം ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും. നിങ്ങൾക്ക് അറിയായിരിക്കും, അതായത് ഈ ഹൈറ്റും വെയിറ്റും കുറച്ച് ഹിൽസ് ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ശരിക്കുള്ള ഞാൻ ഒരാളെ തുറച്ചു നോക്കിക്കഴിഞ്ഞാൽ കറിയും, അത്രയേ ഉള്ളൂ. അതൊരിക്കലും ഡിപ്ലോമാറ്റിക് അല്ല. ഞാൻ ഈ വർഷം എടുത്തിട്ടുള്ള റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കരച്ചിൽ, അതായത് ഇവിടെ വന്നിരിക്കും, അത് കണ്ണീരിനോട് പറയും ഞാൻ, ഉള്ളിലേക്ക് പോവും, കരയരുത്, സിറ്റുവേഷൻ ബോൾഡായിട്ട് ഹാൻഡിൽ ചെയ്യും എന്നുള്ളത്. പക്ഷെ എനിക്കത് പറ്റാറില്ല. പക്ഷെ ഇത്തവണ ഞാൻ കരയില്ല, വളരെയധികം ബോൾഡായിരിക്കും. ഇറ്റ്സ് ജെനുവിനിറ്റി, ഇറ്റ്സ് നോട്ട് ഡിപ്ലോമസി. Okay, thank you. Yeah, thank you.